ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വിഷു. അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ കണി ഒരുക്കുന്നതാണ് കേട്ടോ. ആദ്യം നമ്മൾ ഇതിപ്പോൾ രാവിലെയാണ്. രാവിലെ വിളക്ക് കത്തിച്ചു, കണി കണ്ടു. കൃഷ്ണനെ കണി കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പുണ്യം. രാവിലെ തന്നെ കൃഷ്ണനെ കണി കണ്ടാൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. അത് കണ്ണ് പൊത്തിപ്പിടിച്ചാണ് നമ്മൾ കണി കാണുന്നത്. വേറൊരാൾ നമ്മുടെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ തപ്പി തപ്പി അങ്ങനെ വന്ന് കണിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് കണി കാണുന്നത്. ആ കണി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വർഷത്തേക്കുള്ള ഐശ്വര്യങ്ങളും ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നാണ് സങ്കല്പം. അങ്ങനെ ഞങ്ങളുടെ ഇതായിട്ടുള്ള ചെറിയൊരു കണി ഒരുക്കിയിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നാഴിയിലോ പച്ചരിയാണ് വെക്കുന്നത് കൂടുതലും, അല്ലെങ്കിൽ ഉണക്കല്ലരിയാണ് ശരിക്കും വെക്കേണ്ടത്. ഉണക്കല്ലരി കിട്ടാത്തവർ പച്ചരി വയ്ക്കാം. പിന്നെ മാങ്ങ, ചക്കയും കിട്ടിയില്ല, ചക്ക വെച്ചില്ല. തക്കാളി വെച്ചിട്ടുണ്ട്, തേങ്ങ, പിന്നെ ഗ്രന്ഥം രാമായണമാണ് വെച്ചത്. ഏതെങ്കിലും ഒരു ഗ്രന്ഥം വെച്ചാൽ മതി. പിന്നെ നാണയം, അരയ്ക്ക മുണ്ട്, കിണ്ടിയിൽ വെള്ളം വെക്കണം, പിന്നെ വാൽക്കണ്ണാടി, പിന്നെ നമ്മുടെ തിരുവിടയാട്. അത് കൃഷ്ണനാണ് വെക്കേണ്ടത്, പക്ഷേ അത് ചെറിയ കൃഷ്ണനായത് കാരണം ഞങ്ങൾ അത് ഉരുളിയിലാണ് വെച്ചത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പിന്നെ കൃഷ്ണനും പശുവായിട്ടുള്ള ഒരു കൃഷ്ണനാണ് നമ്മൾ വെച്ചത്. നിലവിളക്കിൽ 5 തിരിയിട്ട് ഒരു വിളക്ക് എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ, പക്ഷേ ഒരു വിളക്കാണ് ഞങ്ങൾ വെച്ചത്. പിന്നെ ചാന്ത്, കന്മഷി, വെറ്റില, 100 തേച്ചിട്ട് വയ്ക്കാം, സിന്ദൂരം വയ്ക്കാം, ഒരു കിണ്ടിയിൽ വെള്ളവും വയ്ക്കണം. അങ്ങനെയൊക്കെയാണ് സങ്കല്പം. വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റിയെന്ന് തോന്നുന്നു. അതാണ് അതിൽ കാണുന്നില്ല. ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം 11 മണിക്ക് മുമ്പാണ് കണി ഒരുക്കിയത് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മളവിടെ നന്നായിട്ട് തുടച്ച് ഇത്തിരി പനിനീര് എന്തെങ്കിലും തളിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.